ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്, ബട്ട് ഇപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു മൂഡ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി, ഡെലിവറി, പിന്നെ ആഫ്റ്റർ ചേഞ്ചസ്, അതിന് വന്നതിന് ശേഷമുള്ള നമുക്ക് വന്ന ചേഞ്ചസ് കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് 2022 ഓഗസ്റ്റ് 25 നമ്മുടെ മാരേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം മാരേജ് കഴിഞ്ഞു, ഒബ്വിയസ്ലി ഒക്കെ നാട്ടിലാണ്. അപ്പം മാരേജ് കഴിഞ്ഞു ഒരു 2 months നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമുക്ക് ബേബി വേഗം വേണം എന്നൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിച്ചു 1 year ഒക്കെ കഴിഞ്ഞ് മതി, ഇപ്പോൾ വന്നതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ, കാരണം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ. അപ്പോൾ നോക്കേണ്ടി പറഞ്ഞു ഇപ്പോൾ വേണ്ട, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ നമ്മൾ 2 months കഴിഞ്ഞു. മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അക്കൗണ്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ജിടെക്കിൽ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചോദിക്കും, പിന്നെ ഞാൻ പറയും ഇല്ല ഞാൻ ക്ലാസ്സിന് പോകുന്നല്ലേ, അതൊക്കെ പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് അടിക്കും. ഒക്കെ നാട്ടിലാണല്ലോ. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ആൾക്കാർ ഇൻ ദ സെൻസ് എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ ഒരു കല്യാണം കഴിഞ്ഞ ആളിടയിൽ എന്തായാലും വരും എന്ന് അറിയാം. ഓക്കെ. അപ്പോൾ കല്യാണം കഴിച്ചവർക്ക് അറിയണ്ടാവും ആ ഒരു പ്രഷർ. അപ്പം 2 മാസം കഴിഞ്ഞതുപോലെ തന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, പ്രഗ്നൻ്റ് ആയോ, നോക്കുന്നില്ല, അങ്ങനത്തെ കുറച്ചൊരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അപ്പം ഒന്നും ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല. നമുക്കിഷ്ടമുള്ളപ്പല്ലേ നമുക്ക്, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. നമ്മൾ ആക്സെപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സമയമല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു 2 മാസം കഴിഞ്ഞു, ഒരു 3 months സ്റ്റാർട്ടായ സമയത്ത്, ഓക്കെ 3rd month സ്റ്റാർട്ടായി തുടങ്ങി എൻ്റെ പീരിയഡ്സ് ചേഞ്ച് ആകാൻ തുടങ്ങി. ലൈക്ക് എനിക്ക് വരുന്ന ടൈമല്ല വരുത്ത്. അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും പോയി ചോദിച്ചു. അപ്പം പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ അതിന് മാറ്റം വരും, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എന്തിനാണ് നീ വെറുതെ കാര്യമൊക്കെ എടുക്കുന്നത്, ഒന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി, എന്തിനാ അതെല്ലാം കാര്യമാക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാവും ആഫ്റ്റർ മാരേജൊക്കെ, അതൊക്കെ സാധാരണയാണ്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി, വൈഷുടെ ബേബിനെ നോക്കിക്കൂടെ, അതിനെന്താ നമുക്ക് പറ്റുമല്ലോ. ബിക്കോസ് അത് നോക്കാൻ തുടങ്ങിയ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തടുത്തായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തടുത്തായിരുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പ്രഗ്നൻ്റ് ആയി. അപ്പം അങ്ങനെ എനിക്ക് ആഗ്രഹം വന്നു, എനിക്ക് ബേബി വേണം, എനിക്ക് ഒരു ബേബിനെ കിട്ടിയല്ല. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നതാണ്, എനിക്ക് ബേബി ആവോ, ആ ഒരു പൊട്ട മൈൻഡിൽ ഞാനെന്തോ ചിന്തിച്ചതാണ്. അത് ചിന്തിക്കാനൊരു റീസൺ ഉണ്ട്, എനിക്ക് അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒക്കെ പറഞ്ഞു, നീ എന്ത് പൊട്ടത്തിലാണ് പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2-3 മാസമല്ലേ ആവുന്നുള്ളൂ, ഇനി എത്ര ടൈമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒക്കെ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കും. നീ എന്തിനാ അതെല്ലാം ഇപ്പോഴേ ആലോചിക്കുന്നത്, അതൊക്കെ പഠിച്ചോണ്ട് തീരുമാനമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കും. പിന്നെ എനിക്ക് 30th ആവുന്നില്ല. ഓക്കെ. ആവാത്ത ടൈം ഞാൻ യോക്കാണ്ട് പറഞ്ഞു, പ്രഗ്നൻ്റ് ആണോ, എനിക്ക് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ പറഞ്ഞു, എന്നാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എനിക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നെഗറ്റീവായപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഡെസ്പായി. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ ഞാൻ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം, ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനും യുക്കും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഇപ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഡെസ്പായി. ഞാൻ യുക്കാട് പറഞ്ഞു, അയ്യോ എനിക്ക് ആവില്ല എന്ന് തോന്നുന്നു, ഒക്കെ പറഞ്ഞു, ഒന്നും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ സമയത്തൊക്കെ എന്തെല്ലോ ചിന്തിച്ച് ഫുൾ നെഗറ്റീവ് ഇങ്ങനെ പോകാൻ തുടങ്ങി എൻ്റെ മൈൻഡിലൂടെ. ഒക്കെ പറഞ്ഞു, നീ ഒന്ന് പോയേ, നീ എന്തെല്ലാം ഈ പറയുന്നതൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചീത്ത പറഞ്ഞു. അങ്ങനെ 4th month ആയി, 4th month ആയി. 4th month കഴിഞ്ഞ സമയത്ത് 6th month ഡിലേ ആയിട്ടില്ല. 4th month എനിക്ക്
സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബറിലാണ്. അപ്പോൾ 4th മന്തിൽ December 1 എനിക്ക് പീരിയഡ്സ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോർമലാണല്ലോ. കഴിഞ്ഞ മാസം 7 ഈ മാസം 1 അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പം ബാക്കോട്ട് വന്നല്ലോ. അപ്പം ബാക്കോട്ടും മുന്നോട്ടും വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം 1 ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ മാസമായല്ലോ, അപ്പോൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. December 1 ആയ ശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഡിസംബർ ഒരു പകുതി എത്തിയപ്പോഴേക്കാണ് ഞാനും യൂക്കാൻ്റെ ബ്രദറും വൈഫും മോളും നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത്. വയനാട് പോയത് യൂക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട് അവിടെയാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയി. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അത്രയല്ലായിട്ടില്ല. അപ്പം നമ്മളൊരു വിസിറ്റ് എന്ന രീതിയിൽ ഞാനും യൂക്കിയും കൂടി ഒപ്പരം പോയി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഞാനും യൂക്കിയും മാത്രം നമ്മൾ ബാണസുരയിൽ പോയി. ബാണസുര ഡാം അവിടെ നിന്ന് അടുത്താണ്. അപ്പം നമ്മൾ അവിടെ പോയി. ബാണസുരയില്ലല്ലോ പോയി, അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ പോയ സമയത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കാനുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ക്ഷീണമുണ്ട്. ഓക്കെ, തലേന്ന് എനിക്കൊരു ക്ഷീണം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, അത് ചിലപ്പോൾ എന്തെങ്കിലും റീസൺ ആയിരിക്കും ക്ഷീണമൊക്കെ വരാൻ. എന്തെങ്കിലും ക്ഷീണം വരുന്നത് വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ഞാനിതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ മാസം നടന്നത് വെച്ച് നോക്കുമ്പം ഇത് December 1 അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ വയനാട് ഒരു ബാണസുര ഡാമിൽ പോയി. ഇപ്പം നമ്മളിങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ കയറിയത് 12D. എനിക്കിങ്ങനെ അഡ്വഞ്ചറസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ 12D അങ്ങനത്തെ ഒക്കെ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ 12D കണ്ടപ്പോൾ ഞാൻ ഉൾക്കാണ്ട് പറഞ്ഞു നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. 12Dയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. 3D എന്നല്ലാണ്ട് 12Dയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഉൾക്കാണ്ട് പറഞ്ഞു നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കയറി അതിട്ടിങ്ങനെ കുലുക്കാം. ഒരു റോളർ കോസ്റ്ററിൻ്റെ ഒരു ഫിലിമാണ് നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളിങ്ങനെ ഇട്ട് നമ്മളെ കുലുക്കുന്ന ട്രെയിനിലൂടെ പോകുന്നതല്ലേ. അപ്പോൾ ഫുള്ളും ഷെയ്ക്കിങ്ങും കാര്യങ്ങളും നല്ലോണം നമ്മളെ ബോഡി നല്ലോണം ഷെയ്ക്കാന്നിട്ടത്. അപ്പോൾ ഇട്ട് കുലിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു 12D. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അന്നേരമൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിക്കെല്ലാം ചെയ്തിട്ട് നമ്മൾ പിന്നെയും റിട്ടേൺ. അതിന് കുറച്ച് കരച്ചലട്ടോ, അവളാണെന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വരുന്ന സമയത്ത് അപ്പം നമ്മൾ കയറിയ എൻട്രൻസിൽ തന്നെ നമുക്ക് 12D ആണോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി 12D കയറിയാലോ, നല്ല രസമില്ലേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ഫിലിം. അപ്പോൾ യുക്കാക്കും അതിനോടെല്ലാം ഭയങ്കര താല്പര്യം. അപ്പോൾ യുക്ക പറഞ്ഞാൽ നമുക്ക് കയറിയല്ലോ, എനിക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അവർ ചോദിച്ചു ഏത് ഫിലിമാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കുറച്ചും കൂടി ഷെയ്ക്കിങ്ങും കുറച്ചും കൂടി ഫുള്ള് ഇതുള്ള ഫിലിം ഇട്ടോ, ഫുൾ അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള ഒരു ഫിലിം ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൽ കയറി. എൻ്റെ മോനെ, അത് മൊത്തത്തിൽ നമ്മളെ ഫുൾ ബോഡി അത് ഫുൾ കുലുക്കി, നമ്മളെ മൊത്തത്തിൽ കുലുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വെള്ളം വരുന്നു, ഇങ്ങനെ കുലിക്കുന്നു, അത് മൊത്തം ഇങ്ങനെ ബോഡി ഷെയ്ക്കായി. അപ്പോൾ നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു 12D നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കുണ്ട് ഒരു തലകറക്കം പോലെ എന്തോ ഒരു. അപ്പോൾ യുക്ക പറഞ്ഞത് ചിലപ്പോൾ ബോഡി നമ്മൾ അങ്ങനെ ബോഡി അങ്ങനെ അനങ്ങിയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനൊക്കെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ നമുക്ക് ബേബി അമ്മച്ച വയറ്റിലുണ്ടെങ്കിൽ ബേബി കുലുങ്ങി ചെറുതായിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞ് തമാശയ്ക്ക് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ വയ്ക്കും. അങ്ങനെ നമ്മൾ റിട്ടേൺ വന്നപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ TV കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ക്ഷീണമുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ December 1 എനിക്കാവും ചെയ്തു, അതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു യുക്കാൻ്റെ ഫാമിലി ആയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, പറശ്ശിനിക്കടവാണോ, എവിടെയോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയ സമയത്ത് ഇതുപോലെ റോപ്പ് ക്ലൈമ്പിങ് ഉണ്ടായിരുന്നു. റോപ്പ് ക്ലൈമ്പിങ് ഉണ്ടായപ്പോൾ എന്നോട് യുക്കാൻ്റെ ഉമ്മ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെങ്കിൽ കയറിക്കോ എന്ന് പറഞ്ഞു.
അപ്പം യൂക്ക എന്നെ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, റാണി നീ ഇപ്പം കയറില്ല, നമുക്ക് വെറുതെ ഒന്ന് ടെസ്റ്റ്. യൂക്ക എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ തന്നെ വന്നപ്പോൾ യൂക്ക പറഞ്ഞു, യൂക്കൻ്റെ മൈൻഡ് എന്തോ വന്ന് പറഞ്ഞു, റാണി ഇപ്പം കയറണ്ട, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കയറാം, എനിക്കെന്തോ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ വേണ്ട, ഇതൊന്നും ആരും അറിയില്ല കേട്ടോ, യൂക്ക എന്നോട് മാത്രം വന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ യൂക്ക പറഞ്ഞു, വേണ്ട നീ കയറണ്ട, നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, എന്നാലും പോസിറ്റീവ് ആണെങ്കിലോ എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ ആ 12 കുലുങ്ങിയല്ലോ. അപ്പോൾ യൂക്കൊക്കെ ഒരു ഡൗട്ട്, എന്തെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ വെറുതെ ബേബീനെ ബേബിക്ക് അത് എഫക്റ്റ് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് യൂക്ക പറഞ്ഞത്. അങ്ങനെ ഞാൻ റോപ്പ് ക്ലൈമ്പിങ്ങിലൊന്നും കയറിയില്ല. അങ്ങനെ അന്ന് രാത്രി ഞാൻ യൂക്കാനോട് പറഞ്ഞു, എനിക്കെന്തോ കഴിയാത്ത പോലെ ഉണ്ട് യൂക്ക, എനിക്കെന്തോ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവുന്ന പോലെ തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യൂക്ക പറഞ്ഞ വെച്ചാൽ ഇപ്പോൾ യാത്ര ചെയ്തിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ യൂക്ക പറഞ്ഞു, എനിക്ക് ഡൗട്ടുണ്ടോ, എന്നാൽ പിന്നെ ഈ മാസം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഞാൻ ഇത് വാങ്ങി വരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് യൂറിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ പോസിറ്റീവ് നെഗറ്റീവ് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ യൂക്കനോട് രാത്രി വാങ്ങിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം ചെക്ക് ചെയ്യണ്ട, രാവിലെ ചെക്ക് ചെയ്താൽ മതി, രാവിലെ സുബഹിസ്കരിക്കുകയാണെച്ചാൽ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ നിസ്കരിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് പോസിറ്റീവായി. ഞാൻ ഭയങ്കര ഷോക്കായി. പോസിറ്റീവ് ആയപ്പോൾ ഞാൻ ഫുൾ ഷോക്കായി. എൻ്റെ മൈൻഡ് നേരെ പോയത് 12 നമ്മൾ കയറിയ സംഭവങ്ങൾ. അപ്പം എനിക്ക് ടെൻഷനായി, അയ്യോ ബേബീനെ എന്തെങ്കിലും ബേബി ആയിട്ടുണ്ടാവില്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരിക്കുമല്ലോ, എന്തെങ്കിലും ആയിട്ടുണ്ടാവുമോ, എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ യൂക്കാനെ പോയി വിളിച്ചു. യൂക്കാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു ആ സമയം. കഴിഞ്ഞ ആളെ നോക്കിയേ വേണ്ട, ആൾ ഭയങ്കര ഉറക്കം. ഞാൻ യൂക്കാനെ വിളിച്ചിട്ട് പറഞ്ഞു, യൂക്ക പോസിറ്റീവാണ് കാണിക്കുന്നത്, ടെസ്റ്ററിൽ പോസിറ്റീവാണ് കാണിക്കുന്നതാണ്. അപ്പോൾ യൂക്ക പറഞ്ഞു, അയ്യോ യൂക്ക ഉറക്കത്താണേ, അയ്യോ നീ ശ്രദ്ധിക്കുക, കിടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങി. യൂക്കും ക്ഷീണമുണ്ടായി, എനിക്കും ക്ഷീണമുണ്ടായി, നമ്മൾ കിടന്ന് ഉറങ്ങി. അപ്പം എന്നോട് പറഞ്ഞു, നീ കിടക്ക്, നമുക്ക് രാവിലെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം നമ്മളിത് ചോദിച്ചപ്പം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കിംസ്റ്റിലായിരുന്നു. കിംസ്റ്റിൽ അനിത ഡോക്ടർക്കായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോയി എല്ലാ മന്തും വരാൻ പറഞ്ഞു. ചെക്കപ്പ് ചെയ്തു, മാഷാഅല്ലാഹ് പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തൊരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്ലാസ്സിന് പോകുന്ന സമയത്ത് സ്റ്റെയർ കയറണം, പിന്നെ കമ്പ്യൂട്ടറിൽ ഒരു 4 hours കണ്ടിന്യൂസ് നോക്കണം എനിക്ക്. ആദ്യം ഞാൻ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നോർമൽ ക്ലാസ് ആയിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എടുത്തു, വേഗം കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു. അപ്പോഴേക്കും എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് ഛർദിയൊക്കെ വരുന്നു. ഈ കുറേ സമയം കമ്പ്യൂട്ടറിൽ ഫോക്കസ് ഇരിക്കുന്ന സമയത്ത്. അങ്ങനെ ഞാനത് തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ലൈക്ക് ഞാൻ പ്രഗ്നൻ്റ് ഡെലിവറിക്ക് കഴിഞ്ഞ് പോകാമെന്നുള്ള രീതിയിൽ അതങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ പിന്നെ എനിക്ക് 4 മാസം വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. കാരണം ക്ലാസ് നിർത്തിയാലും എൻ്റെ ബോഡി ഓക്കെ ആയി. കാരണം ഈ ഒരു കമ്പ്യൂട്ടറിൽ സ്ട്രെസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പം ഹെഡേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഞാൻ 4-5 മാസം വരെ നല്ല സ്മൂത്തായിട്ട് പോയി. പിന്നെ 6-7 മാസം തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ബോഡിയിൽ പെയിൻ വരാൻ തുടങ്ങി. രാത്രി ഉറക്കില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അവർക്ക് കുറേ രാത്രി ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം ബേബി വണ്ണം വെച്ച് വരണമല്ലോ, അപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഒരു സൈഡ് കിടക്കുമ്പോൾ അവിടെ പെയിന്, പിന്നെ നമുക്ക് മലന്ന് കിടക്കാനും പാടില്ല. ഓക്കെ, അപ്പം ഒന്നുകിൽ ലെഫ്റ്റോ റൈറ്റ് ആയിട്ടേ കിടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലം ഉറക്ക് ഇല്ലാണ്ടും അങ്ങനെ പോയി. കുറച്ചൊരു 8 മാസം വരെ അങ്ങനെ പോയി. പിന്നെ ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എവിടെയും പോകാൻ കഴിയാത്ത അവസ്ഥയായി. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മസിൽ പിടിക്കുക. ഒരിക്കൽ ഞാൻ എൻ്റെ യുക്കാൻ്റെപ്പുറം പോയ സമയത്ത്, ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് എനിക്ക് കാറിൽ തന്നെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രക്കും മസിൽ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ 8 മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ എവിടെയും പോകാണ്ടായി. എൻ്റെ ആദ്യത്തെ പെരുന്നാൾ മാഷാഅല്ലാഹ് നല്ല രീതിയിൽ കഴിഞ്ഞു. ലാസ്റ്റത്തെ ഹജ്ജ് പെരുന്നാൾ എനിക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ബോഡി വീക്കായിരുന്നു, ഞാൻ ഫുൾ ടയേർഡായി. കാരണം ലാസ്റ്റ് സ്റ്റേജ് എത്തിയല്ലോ. അപ്പം അങ്ങനെ ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ ഞാൻ കുറേ കരഞ്ഞ ദിവസങ്ങളുണ്ട്, കാലുവേദനയായിട്ടും
അപ്പോൾ യുക്ക പറയും നമ്മൾ ബേബിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഇതാക്കും. അങ്ങനെ ഒരു 9 മന്തായി. എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് September 7 ആയിരുന്നു. പിന്നെ ഡോക്ടർ ലാസ്റ്റ് ഇട്ടിപ്പോൾ September 5 പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിക്കോ ലാസ്റ്റ് സ്കാനിങ്ങിൽ. പിന്നെ ഞാൻ ഫൈനലായിട്ട് കാണിക്കാൻ പോകുമല്ലോ. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് August 21 August 21 ഞാൻ കാണിക്കാൻ പോയ സമയത്ത് മോർണിംഗ് ആണ് ഡോക്ടറെ ഞാൻ കാണിക്കാൻ പോയത്. മോർണിംഗ് കാണിക്കാൻ പോയ സമയത്ത് എന്നോട് PV ചെയ്തു. എൻ്റെ ഫസ്റ്റ് PV ചെയ്യുന്നത് അന്നാണ്. അപ്പോൾ PV ചെയ്തപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു ബാഗൊക്കെ എടുത്തിരുമോ എന്ന് ചോദിച്ചു, ഹോസ്പിറ്റൽ ബാഗ്. ഞാൻ പറഞ്ഞില്ല, കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് September 5 ഇല്ല, ബാഗൊന്നും എടുത്തില്ല പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട് അടുത്താണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട് അടുത്താണ്, നമുക്ക് വേഗം വരാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരണം, ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി, ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇത്രയും പെട്ടെന്ന് ആവുമെന്നൊന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ August 25 അഡ്മിറ്റ് പറയാം. അപ്പോൾ 25 തന്നെയാണ് നമ്മുടെ ആനിവേഴ്സറി വരിക. ഓക്കെ, August 25 നമ്മൾ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയോ, ആനിവേഴ്സറിയും ബേബിയൊക്കെ ഒന്നിച്ചിട്ട് ഫുൾ ഹാപ്പി ആയിട്ട് എന്താ പറയുക 25 രാവിലെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. വീട്ടിലെത്തി രാത്രിയായി. രാത്രി ഒരു 12:30 മണി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വയറിങ്ങനെ വലിക്കാൻ തുടങ്ങി, വല്ലാണ്ടൊരു വലിക്കാൻ തുടങ്ങി എനിക്ക് വയറ്. അന്നേരം ഞാൻ യുക്കാനോട് പറഞ്ഞു, യുക്ക എനിക്കെന്തോ പറ്റുന്നുണ്ട്, എനിക്കെന്തോ ആവുന്ന പോലെ തോന്നുന്നു. അപ്പോൾ യുക്കാനെ ചിലപ്പോൾ PV ചെയ്തുകൊണ്ടായിരിക്കും, PV ചെയ്ത് അങ്ങനെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് നമുക്ക്. അപ്പോൾ യുക്ക പറഞ്ഞു PV ചെയ്തുകൊണ്ടിരിക്കും, അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതുവരെ ആവാത്ത കുറച്ച് ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങി, കുറച്ച് പെയിന് വരുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ യുക്ക പറഞ്ഞു അതുകൊണ്ട് തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ PV ചെയ്താൽ പെയിന് വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നുണ്ടായത്. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ യുക്ക ഉറങ്ങി. യുക്കൊക്കെ ടയേർഡായിട്ട് യുക്ക ഉറങ്ങി. അപ്പം ഞാൻ യുക്കാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എനിക്കെന്തോ കൈനിലേക്ക് പെയിന് വരുന്നുണ്ട്, യുക്കാനൊക്കെ പെയിന് വരുന്നുണ്ട്. അപ്പോൾ യുക്കാൻ നീ ഉറങ്ങി, നമുക്ക് രാവിലെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് യുക്ക ഒരു ടയർഡ്നെസ്സിൽ കിടന്ന് ഉറങ്ങി. പിന്നെ എനിക്കാണെങ്കിൽ ഈ പ്രഗ്നൻസീൻ്റെ സമയത്ത് ഇമോഷണൽ ഭയങ്കര ഉണ്ടായിരുന്നു. സങ്കടവും ദേഷ്യവും ഇതൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്കേ വരുമായിരുന്നു. ഓക്കെ, ആ ഒരു മൂഡ് സ്വിങ്സ് നല്ലോണം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സങ്കടമായോ എന്നെ നോക്കുന്നില്ല, ഒരു നെഗറ്റീവ് മൈൻഡ് എനിക്ക് വന്നു. ഞാനങ്ങനെ കരയാൻ തുടങ്ങി, അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ യുക്ക നെട്ടിയ സമയത്ത് യുക്ക നെട്ടിയ സമയത്ത് എന്നോടൊന്ന് ചോദിച്ചു, എന്താ റാണി എന്തിനാ കാര്യം, എന്താ പറ്റില്ല? ഞാൻ പറഞ്ഞു എനിക്ക് പെയിന് വന്നിട്ടുണ്ട്, എനിക്ക് എന്തോ കഴിയുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് പെയിന് വരുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യുക്ക പറഞ്ഞു എന്നാൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ 1:45 2 മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റായല്ലോ, മിഡ് നൈറ്റിലല്ലേ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ ക്ലീനൊക്കെ ചെയ്തു, എല്ലാം ചെയ്ത് PV ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു ഓപ്പൺ ആയിട്ടുണ്ട്, സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ കിളി പോയി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ 25 അല്ലെങ്കിൽ September 5. ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ യുക്കാനോട് പറഞ്ഞു യുക്ക ഓപ്പൺ ആയിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാഗൊക്കെ സെറ്റായില്ലേ. അന്നേരം ഞാൻ വിചാരിക്കുന്ന എന്താ ചിലപ്പോൾ ആയെങ്കിൽ ഡോക്ടർ പെട്ടെന്ന് വരാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഫുൾ പോയി ഞാൻ ലേബർ റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മാക്സിയൊക്കെ ഇട്ടു, ലേബർ റൂമിലേക്ക് കയറ്റി. ലേബർ റൂമിലേക്ക് കയറ്റിയ സമയത്ത് എന്നോട് പറഞ്ഞു പിന്നെ റൂമൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ ലേബർ റൂമിൻ്റെ അടുത്ത് തന്നെ റൂമൊക്കെ എടുത്ത് അങ്ങനെ ഇതായി. പിന്നെ അന്ന് രാത്രി ഉക്കാൻ്റെ വീട്ടിൽ പോയി ഉക്കാൻ്റെ ഉപ്പാനെയും കൂട്ടി വന്നു. അങ്ങനെയൊക്കെ നമ്മളെല്ലാ ഫാമിലിയും അവിടെ തന്നെ നിന്ന്, ആ റൂമിൽ തന്നെ നിന്ന്. പിന്നെ എനിക്ക് പെയിന് വരുന്നു പോകുന്നു, പെയിന് വരുന്ന ഈ ഒരു ബാക്ക് സൈഡിൽ എനിക്ക് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ കട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് കുറച്ച് ഒരു റിലാക്സേഷൻ പോലെ തോന്നും. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നു എന്നൊക്കെ ആയി. പിന്നെ ഒരു പുലർച്ചെ സമയത്ത് നഴ്സ് വന്ന് പറഞ്ഞു ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞു. ട്രിപ്പ് ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് ലൈക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു, ഇഞ്ചെക്ഷൻ ലൈക്ക് എന്താ പറയുക വേദന വരാനുള്ള ഇഞ്ചെക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഓൾറെഡി പെയിൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയ മുതൽ എനിക്ക് പെയിന് കൂടാൻ തുടങ്ങി.
ഞാൻ കരയാൻ തുടങ്ങി. അപ്പം ഡോക്ടർ ലേബർ റൂമിൽ തന്നെ ഉണ്ട്, അനിത ഡോക്ടർ എന്നോട് പറഞ്ഞു, അല്ല കുട്ടി ഇത് തുടങ്ങിയിട്ടല്ലോ, ഇതൊന്നും ഒരു പെയിൻ അല്ല, നീ ഇപ്പോഴേ കരഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക, ഇതൊന്ന് സ്റ്റാർട്ടിങ് അല്ലേ എന്നല്ല പറഞ്ഞ്. എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെ എങ്ങനെയെങ്കിലോ ഞാൻ ഒരു ഗ്ലൂക്കോസ് തീർത്തു. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ എനിക്കത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആ പെയിന്. ഞാൻ പറഞ്ഞു എനിക്കിത് പൂരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്കിത് പൂരണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലെ ട്രിപ്പ്. അപ്പം നേഴ്സ് പറഞ്ഞു, അവിടുത്തെ ഒരു ഹെഡ് നേഴ്സ് ഉണ്ട്, അതുവരെ നല്ലതായിരുന്നു എന്നോട്. പിന്നെ ഈ ട്രിപ്പ് ഊരി പിന്നെ ഇടുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബ്ലഡ് എന്താ പറയുക പോകുന്നുണ്ടായിരുന്നു, കയറുന്നില്ല. ഓക്കെ, ട്രിപ്പ് ഇടുന്ന സമയത്ത് എനിക്ക് ആവുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നേഴ്സ് ഇങ്ങനെ എന്നോട് വെറുതെ ദേഷ്യപ്പെടുത്തി. ഞാൻ ചോദിച്ചു എൻ്റെ പ്രശ്നമാണോ ഇത് കയറാത്തത്? അപ്പം സംഭവം നേഴ്സ് വേറെന്തെങ്കിലും ടെൻഷനിൽ വേറെന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് വന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ട്രിപ്പ് ഇട്ട് ഞാൻ കഴിക്കണം എന്ന് പറഞ്ഞു ഹെഡ് നേഴ്സ്. പിന്നെ എന്നോട് നല്ല ഓക്കെയായി, നല്ല സമാധാനത്തിൽ അതൊക്കെ ഇതാകും എന്നെല്ലാം പറഞ്ഞ്. പിന്നെ ഞാൻ നേഴ്സിനെ ഇങ്ങനെ ഇടങ്ങാറാക്കാൻ തുടങ്ങിയിട്ടുണ്ടോയെന്നറിയില്ല. നേഴ്സ് എന്നോട് ചൂടായി, ഇത് ഇട്ടില്ലെങ്കിൽ, നിന്നെ പോലെ തന്നെ എല്ലാവരും ഇട്ട് കിടക്കുന്നത്, ഇത് ഇട്ടില്ലെങ്കിൽ പിന്നെ പ്രസവിക്കാനൊന്നും പറ്റൂല, ഡെലിവറി ഒന്നും നടക്കൂല, ഡിലേ ആവും, എനിക്ക് ഓപ്പറേഷൻ വേണ്ടെങ്കിൽ ഇതിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഹെഡ് നേഴ്സ് എന്നോട് ചൂടായി. അപ്പോൾ അവിടെ വേറെ ബാക്കിയെല്ലാ നേഴ്സും ഉണ്ട്. ആ നേഴ്സൊക്കെ നല്ല സ്വഭാവമാണ്. അപ്പോൾ ഈ ഹെഡ് നേഴ്സിന് ഞാൻ ഇങ്ങനെ ചൊറയുന്നുണ്ടപ്പോൾ ഹെഡ് നേഴ്സിനൊരു ദേഷ്യം പോലെ ആയി എന്നോട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല നേഴ്സ്, എനിക്കിത് ഞാനിത് കഴിക്കാണ്ട് ഇത് കഴിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു സംഭവം ഞാൻ കഴിച്ചിട്ട് ഞാൻ പ്രസവിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവിടെ റേസായി. എനിക്ക് പെയിനും ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ഓടുന്നു, ഞാൻ ഇങ്ങനെ നടന്ന് കളിക്കുന്ന, ബാക്കിയുള്ളവർ അവിടെ കിടന്നിട്ടുണ്ട്. അപ്പം ഞാൻ വന്നതിന് ശേഷം വന്ന ആൾക്കാരൊക്കെ പ്രസവിച്ച് പോയി. ഞാൻ എൻ്റെ നേഴ്സിനോട് എന്താ എനിക്കാവാത്ത, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ ബഹളോ ഒച്ചപ്പാടൊക്കെ അതിൻ്റെ ഉള്ളിൽ. ഞാൻ പറയാം എനിക്ക് എൻ്റെ റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സിന് എന്നാൽ നടന്നിട്ട് പോകാം. ഞാൻ പോയത് ഇങ്ങനെ മറ്റേ ഗോസ്റ്റിൽ നിൽക്കൂലെ, ഇങ്ങനെ ഞാൻ നിന്നിട്ടുള്ളത്. എനിക്ക് പെയിൻ വന്നിട്ട് എൻ്റെ ബോഡി ഒന്ന് നിവരാൻ പോലും എനിക്ക് പറ്റുന്നത്. എങ്ങനെ ഉണ്ടായിട്ട് എന്നെ കണ്ടവിടെ റാണി എന്നോട് പറഞ്ഞ്. പിന്നെ എൻ്റെ കളി കണ്ടപ്പോൾ പിന്നെ എൻ്റെ ഉമ്മാക്കും യൂക്കാൻ്റെ ഉമ്മാക്കും ഒക്കെ സങ്കടമായി. പിന്നെ എൻ്റെ മൂത്തമ്മ വന്ന് കുറച്ച് ഓതൊക്കെ ചെയ്ത് തന്നു. അങ്ങനെ എൻ്റെ മറ്റേ എന്താ പറയുക, ഇങ്ങനെ മറ്റേ കോയിനെ മറ്റേ തൂക്കി കൊണ്ടുപോയില്ല, അതുപോലെ തന്നെ എൻ്റെ മൂത്തമ്മ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടാക്കിയപ്പോൾ എന്നെ ആ സ്കേർട്ടാണ് ഇട്ടത്. എനിക്ക് ഫുൾ ബ്ലഡ്, എനിക്ക് ഓൾറെഡി ഈ ബ്ലഡ് കാണുമ്പോഴും ഈ ആക്സിഡൻ്റ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് എന്തോ തലകർക്കെല്ലാം വരും. അപ്പം ഞാനിങ്ങനെ എനിക്ക് വാട്ടർ ബ്രേക്കായ സമയത്ത് ഇങ്ങനെ ബ്ലഡ് പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു നേഴ്സ്, ഞാൻ ആ ഒരു ടെൻഷനിൽ പറഞ്ഞു എനിക്ക് സ്കേർട്ട് ചേഞ്ച് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്തെല്ലോ അസ്വസ്ഥ, എനിക്ക് സ്കേർട്ട് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സ് പറഞ്ഞു എല്ലാ കുട്ടി ഡെലിവറി ആകുമ്പോൾ ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ വരും, സ്കേർട്ട് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, ഇനി റൂമിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എനിക്ക് ദേഷ്യത്തിൽ, എനിക്ക് പെയിന് സഹിക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ നമുക്ക് ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ ഒരു ഡോറ് കാണാൻ പറ്റും, അതുവരെ നമുക്ക് നടക്കാം. ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറ് മുതൽ ഈ ഡോറ് നമ്മുടെ ഡെലിവറി നടക്കുന്ന ഒരു ബെഡുണ്ട്, ആടെ വരെ ഞാൻ ഇങ്ങനെ നടക്കുന്നത്. എൻ്റെ കളി കണ്ടിട്ട് ആൾക്കാരെല്ലാം നോക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും മൈൻഡ് പോകുന്നില്ല. എനിക്ക് ആ പെയിനോണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുന്നു. എൻ്റെ നേഴ്സ് എന്ന് പറഞ്ഞു ട്രിപ്പിട് കുട്ടി, ഈ പെയിന് നല്ലോണം കൂടിയാലേ ഡെലിവറി എടുക്കുള്ളൂ, ട്രിപ്പിട്. പിന്നെ ഹെഡ് നേഴ്സ് ഒന്ന് തന്നെ കലമ്പി. ഞാൻ പറഞ്ഞില്ല എനിക്ക് ട്രിപ്പിടാണ്ട് ഡെലിവറി നടക്കണം എന്ന് പറഞ്ഞു. അപ്പം അന്നേരം നേഴ്സ് ചൂടായിട്ട് എന്നോട് പറഞ്ഞു എന്നാൽ നീ പ്രസവിക്കണം, നീ ഓപ്പറേഷൻ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് റേസായി. എന്നിട്ട് ഞാൻ അപ്പോൾ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഡോക്ടറിന് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അപ്പോൾ ഉച്ചയായി കേട്ടോ. ഞാൻ രാത്രി 2 മണിക്ക് അഡ്മിറ്റ് ആയിട്ട് പിറ്റേ ദിവസം 22 ഉച്ചയായി. അതുവരെ ഞാൻ പെയിൻ സഹിച്ചു. ഉച്ചയായാലും ഡോക്ടർ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും ആയോ ചോദിച്ചു എൻ്റെ കേസിൽ. അപ്പോൾ ഹെഡ് നേഴ്സ് പറഞ്ഞു ഇല്ല ആയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സ്ട്രീം പെയിൻ വന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നേഴ്സിനോട് പോയി പറഞ്ഞു എനിക്കിപ്പോൾ പ്രസവിക്കണം, എനിക്ക് കയ്യില്ല, എനിക്ക് എന്തെല്ലോ എനിക്കിപ്പോൾ എന്തെങ്കിലും ആയിപ്പോൾ ഞാൻ മരിച്ചോ, എന്തൊക്കെയോ എൻ്റെ പൊട്ട മൈൻഡിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ പെയിനുകൊണ്ട് എന്തെല്ലോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നേഴ്സ് പറഞ്ഞു എനിക്ക് ഫുഡ് വേണം.
എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് നേഴ്സറിന് ഫുഡ് കഴിക്കുമ്പോൾ വരെ ഞാൻ നേഴ്സിന് ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുന്ന. അപ്പം നേഴ്സറിന് അവിടെ പോയി ഇരിക്കും കുട്ടി, അവിടെ പോയി. പിന്നെ ഞാനിങ്ങനെ ചൊറിയാൻ തുടങ്ങി. നേഴ്സിന് പിന്നെയും ദേഷ്യം പിടിച്ച്. നേഴ്സറിന് അവിടെ പോയി ഇരിക്കും കുട്ടി, ആയിട്ടില്ല, ഇങ്ങനെയൊക്കെ തന്നെ, എന്നെപ്പോലെ തന്നെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ എല്ലാവരും പ്രസവിക്കാൻ തുടങ്ങി. വന്ന ആൾക്കാരൊക്കെ ഡെലിവറിന് പോകുന്നത് ആൺകുട്ടിയാണ്. മാഷാഅല്ലാ എല്ലാവരും ആൺകുട്ടിയായിരുന്നു. ലാസ്റ്റാണ് എൻ്റെത്. ഓക്കെ, അപ്പം പുറത്തുനിന്ന് എൻ്റെ ഫാമിലിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവളെ വന്നതിന് ശേഷമുള്ള ആൾക്കാരെല്ലാം പ്രശ്നം, അവർക്കും ടെൻഷൻ തുടങ്ങി എൻ്റെ കാര്യത്തിൽ. അങ്ങനെ അങ്ങനെ ഞാൻ വേറൊരു നഴ്സിനോട് പറഞ്ഞു, എനിക്കിപ്പോൾ ആ ഡെലിവറി നടക്കുന്ന ആ ബെഡിലേക്ക് എനിക്കിപ്പോൾ കിടക്കണം. അങ്ങനെയൊക്കെ വാശി പിടിച്ചിട്ടുണ്ട് ഞാൻ. എനിക്കിപ്പോൾ ആ ബെഡിൽ കിടക്കണം, എനിക്ക് പറ്റില്ല, എനിക്കിപ്പോൾ പ്രസവിക്കണം, ഡെലിവറി എനിക്കിപ്പോൾ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇതാക്കിയപ്പം വേറൊരു നേഴ്സ് വന്നിട്ട് എന്നോട് PV ചെയ്തിട്ട് പറഞ്ഞു ഓപ്പണായി. അപ്പോൾ ഈ ഹെഡ് നേഴ്സ് എന്താ വിചാരിക്കുന്നത്, എനിക്ക് ഈ ട്രിപ്പ് ഇട്ടിട്ടില്ലല്ലോ, ഈ ട്രിപ്പ് ഇടത്തോളം എനിക്ക് പെയിൻ എക്സ്ട്രീം ആയിട്ടില്ല എന്നാണ്, എൻ്റെ ആ ഒരു പെയിനിലാണ് ഞാൻ ഇങ്ങനെ ബഹളം വെക്കുന്നതെന്നാണ് ഹെഡ് നേഴ്സിൻ്റെ വിചാരമായിരിക്കും, എനിക്കറിയില്ല. ഹെഡ് നേഴ്സ് പറഞ്ഞില്ല ആയിട്ടൊന്നുമില്ല, ഡോക്ടർ വിളിച്ചാലും പറഞ്ഞില്ല ആയിട്ടൊന്നുമില്ല, അവൾക്കായിട്ടൊന്നുമില്ല, അവൾ ട്രിപ്പൊന്നും ഇട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ എന്തെല്ലോ സംസാരിക്കുന്നുണ്ടോ. അപ്പോൾ ഡോക്ടർ കൊണ്ടുവന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയി തോന്നുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്കിപ്പോൾ ഡോക്ടറെ കാണണം, എനിക്ക് ഡോക്ടറെ വിളിക്കണം. അപ്പോൾ ഹെഡ് നേഴ്സ് പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് മറ്റേ നേഴ്സ് വന്ന് PV ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ആയിട്ടുണ്ട്, ബെഡിലേക്ക് കിടത്തിക്കോളാൻ പറഞ്ഞിട്ട് എന്നെ മറ്റേ മെയിൻ ഡെലിവറി ബെഡിലേക്ക് കിടത്തി. അവർ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് നേഴ്സൊക്കെ വന്ന് അതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് കട്ട് ചെയ്യേണ്ടതും എല്ലാ സിസേഴ്സ് കാര്യങ്ങൾ ഡോക്ടറെ ആ ഒരു സംഭവം എല്ലാം എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി, അയ്യോ എൻ്റെ ഡെലിവറി ഇപ്പോൾ നടക്കുമല്ലോ എന്നുള്ളൊരു ആശ്വാസവും പെയിനും. പിന്നെ എനിക്കെന്തോ പുഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെയിന് എന്താ പറയില്ല, എന്തെല്ലോ രീതിയിൽ എക്സ്ട്രീമായി. ഞാൻ മരിച്ചു പോകാനുള്ള ഒരു പെയിന് വന്നപ്പോൾ ഞാൻ ഒച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു എന്താ കുട്ടി ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചെടുക്കുമ്പോൾ അവർക്കും ടെൻഷൻ ആവില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കലമാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെഡ് നേഴ്സിൻ്റെ വിചാരം എന്നാ എനിക്ക് ആയിട്ടില്ല, എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്നോട് പറഞ്ഞ് പിന്നെ എനിക്കിപ്പോൾ നീ ഇപ്പോൾ പ്രസവിക്കൊന്നും ചെയ്യില്ല, എനിക്ക് ആയിട്ടൊന്നുമില്ല, വെറുതെ ഒച്ചെടുക്കണ്ട. ഞാൻ പറഞ്ഞില്ല എനിക്ക് പുഷ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ എന്നാ നീ പുഷ് ചെയ്ത്. എന്നിട്ട് മറ്റേ നേഴ്സ് ഡോക്ടർ വന്നപ്പോൾ ഹെഡ് നേഴ്സ് പറയുകയാണെ അവൾക്ക് ആയിട്ടൊന്നുമില്ല, നേഴ്സ് ഡോക്ടർ വെറുതെ ചെക്ക് ചെയ്തിട്ട് പോയിക്കും. എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ലൈറ്റൊക്കെ ഓണാക്കി PV ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഇത് 10 സെൻറ്റിമീറ്റർ ഓപ്പണായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു ട്രിപ്പ് ഇടാത്തതുകൊണ്ടാണോ ഹെഡ് നേഴ്സ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞാൽ പുഷ് ചെയ്ത് ടൈം ആയിട്ടുണ്ട്, പുഷ് ചെയ്തോ, എനിക്ക് വരുന്ന സമയത്ത് പുഷ് ചെയ്താൽ മതി, സ്ട്രെസ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 2 മിനിറ്റിനുള്ളിൽ മാഷാഅല്ലാ പ്രസവിച്ച പെൺകുട്ടിയാന്ന് പറഞ്ഞു. അന്ന് ഞാൻ പ്രസവിക്കുന്ന സമയത്ത് മൊത്തം ആൺകുട്ടികളായിരുന്നു, ഞാൻ മാത്രമായിരുന്നു പെൺകുട്ടീനെ പ്രസവിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി, പെൺകുട്ടിയാണെന്നും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഫസ്റ്റ് പെണ്ണുമാണെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും ആരോട് പറഞ്ഞു, എൻ്റെ മൈൻഡിലുണ്ടായൊരു കാര്യമാണ്. കാരണം ഞാൻ പുറത്ത് അങ്ങനെ എനിക്കത് വേണം ഇത് വേണം എൻ്റെ ഒരു മൈൻഡിൽ. അപ്പോൾ പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാഷാഅല്ലാ പെൺകുട്ടീനെ ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നുമല്ല, എനിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം, അതിട്ട് കൊടുക്കാം, ഇതിട്ട് കൊടുക്കാം അങ്ങനെ. പക്ഷെ ആൺകുട്ടീനെ ഇഷ്ടമില്ല എന്നല്ല കേട്ടോ, ആൺകുട്ടിയാണെങ്കിലും മാഷാഅല്ലാ ഞാൻ ഹാപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പെയിൻ വന്നു, അങ്ങനെയൊക്കെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഡെലിവറിക്ക് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ എന്നോട് ഒബ്സർവേഷൻ അവിടെ തന്നെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഒക്കെ ഫുൾ ക്ലീനാക്കി അങ്ങനെ കിടന്നു. അപ്പം ഞാൻ വരാണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനായി, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, ബ്ലഡ് കൂടുതൽ പോയിട്ടുണ്ടോ. പക്ഷെ ഒന്നുമില്ല മാഷാഅല്ലാ. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. കുറച്ച് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കന്നെ ഞാൻ എല്ലാം നോർമലായി. പിന്നെ ഇവളെ മുഖം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി മാഷാഅല്ലാ. ഇങ്ങനെ ആ ഒരു ഡെലിവറി സ്റ്റോറി കഴിഞ്ഞു. ഡെലിവറി സ്റ്റോറി ഇത്രയാണുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ പോയി ഒരു 3 hours ആയപ്പോൾ അന്ന് രാത്രി ഒരു 8:30 തോന്നുന്നു ഞാൻ റൂമിൽ പോകുന്നത്. പിന്നെ എല്ലാവർക്കും സീറ്റ്സ് കൊടുക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ആയി. പിന്നെ സ്റ്റിച്ചിൻ്റെ പ്രോബ്ലം നല്ലോണം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലൈക്ക് സ്റ്റിച്ച് കുത്തുക അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ എനിക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഉറക്കില്ല ഒക്കെ, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. ലൈക്ക് അതാണ്
ആ ഒരു സംഭവമായിരുന്നു എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനി ഡെലിവറി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് യെസ് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ടൈമിൽ നമ്മൾ പെയിൻ ചെയ്യുന്ന ആ ഒരു ഇതാണ്. അപ്പം എനിക്കൊരു ആൺകുട്ടീനെയും വേണമെന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പം ഇപ്പോഴെനിക്ക് എന്തായാലും അതിനെ നോക്കുന്ന സമയമാണ്. ഇപ്പോഴല്ല, ബട്ട് വേണം ചോദിച്ചാൽ ഞാൻ യെസ് തന്നെയാണ് പറയാം. പക്ഷെ ഇപ്പോഴല്ല, എപ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അന്നേരം. കാരണം അതിനോന് കുറച്ച് നമ്മൾ നോക്കണമല്ലോ നമ്മളെ ഫസ്റ്റ് ബേബീനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കാൻ വിചാരിച്ചു. ഇപ്പോഴെന്തായാലും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ക്ലാസ്സിന് റീജോയിൻ ചെയ്തു. ഡെലിവറിക്ക് കഴിഞ്ഞ അതിനോണ്ട് 3 മാസമായപ്പോൾ തന്നെ ഞാൻ റീജോയിൻ ചെയ്തു. അപ്പോൾ അതാണത്. പിന്നെ ആഫ്റ്റർ ചേഞ്ച് വാട്ട് ഐ ഹാഡ് എന്നല്ലേ, ഞാൻ ഒരു നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ഡിസ്ചാർജ് ആയിട്ട് 25th തന്നെയാണെന്ന് തോന്നി ഞാൻ വീട്ടിൽ പോകുന്നത്, എൻ്റെ ആനിവേഴ്സറിൻ്റെ സമയത്ത്. അന്നേരം ആനിവേഴ്സറി ഒക്കെ ഞാൻ ആഘോഷിച്ചിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ചെറിയൊരു രീതിയിൽ ഞാൻ ഡെക്കോറൊക്കെ ചെയ്യിച്ചു. അങ്ങനെ റിയാനൻ്റെ അനിയനെ കൊണ്ട് അങ്ങനെ ആനിവേഴ്സറി ഒക്കെ ചെറിയ രീതിയിൽ അതിനൂന്ന് വെച്ചിട്ട് ചെറിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണലാകാൻ തുടങ്ങി. ഞാൻ എന്തിനും എനിക്ക് സങ്കടം, പിന്നെ ഭയങ്കരമായിട്ട് സങ്കടമാകാൻ തുടങ്ങി. കാരണം രാത്രി എനിക്ക് ഉറക്കില്ല. ഈ പ്രഗ്നൻസി സമയത്ത് ഉറക്കില്ല എന്ന് വെച്ചാൽ നമുക്കൊരു 3-4 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റായിരുന്നു. പക്ഷെ ഡെലിവറി കഴിഞ്ഞപ്പം രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ ഉറങ്ങാൻ പറ്റില്ല. ഇവള് എണീച്ചിരിക്കുമ്പോഴൊക്കെ ഫീഡ് ചെയ്യണം, ഇവൾക്കാണെങ്കിൽ മോർണിംഗ് വരെ ഫീഡ് ചെയ്യണം. അപ്പം എനിക്ക് മെൻ്റലി സ്ട്രെസ്സാകാൻ തുടങ്ങി. എനിക്ക് രാവിലെ എന്തൊക്കെയോ എനിക്ക് ദേഷ്യമോ എന്തൊക്കെയോ വരാൻ തുടങ്ങി എനിക്ക്. പിന്നെ ഞാൻ ഈ നമ്മളെ ഹോം നേഴ്സ് വന്ന് കുളിപ്പിക്കുമല്ലോ, അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഒരു 3 മാസം വരെ ഉറക്കില്ലാത്ത രാത്രികളും അങ്ങനെ കരച്ചിലും എല്ലായിരുന്നു. യുക്ക വന്ന് പോവും. എനിക്ക് യുക്കനെ കാണുമ്പോൾ തന്നെ സങ്കടം, എന്താ അറിയില്ല. യുക്ക ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു, മേലെ എൻ്റെ ഈ റൂമിലായിരുന്നു യുക്ക കുറച്ച് ദിവസം കടന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ വന്ന് മേലെ പോകുമ്പോൾ തന്നെ എനിക്ക് സങ്കടം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇതൊന്നും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല, ഞാൻ കരുതുന്നതൊന്നും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ മാത്രം സങ്കടപ്പെടും, പിന്നെ മുഖം കഴുകി വന്ന് കിടന്നുറങ്ങും. അങ്ങനെ ആരെയും കാണിച്ചിട്ടില്ല എൻ്റെ സങ്കടവും കാര്യങ്ങളും. കാരണം ഫുൾ ഡിപ്രസ്ഡ് ഒന്നും ആയിട്ടില്ല, പക്ഷേ ഒരു സങ്കടം ഇടയ്ക്കിടയ്ക്കേ സങ്കടം വരും. അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കാണുമ്പോൾ എനിക്ക് അയ്യോ എന്തോ പാവം തോന്നും. പിന്നെ ഉറക്കില്ലാത്ത സമയത്തല്ലേ എൻ്റെ നെഗറ്റീവ് എല്ലാം എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിട്ടൊക്കെ ഭയങ്കര സങ്കടമായി. പിന്നെ അത് ചിന്തിച്ചപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് മാഷാഅല്ലാ ഇപ്പോൾ അതിന് 9 മാസമായി, 8 മാസം കംപ്ലീറ്റ് ആവാൻ പോകുന്ന, 9 സ്റ്റാർട്ടാകാൻ പോകുന്ന. അതൊക്കെ ഭയങ്കര ഹാപ്പി ആവണം. ഓരോ മൂമെൻറ്റ്സും ലൈക്ക് നമുക്ക് ബേബി ആ ഒരു ഗ്രോ ചെയ്യുന്ന സമയത്തെല്ലാം നോക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഓരോ സ്റ്റെപ്സും അവർ ചെയ്ത ഓരോ സ്റ്റെപ്സൊക്കെ ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെയൊക്കെ ചേഞ്ചസ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ റെസ്പോൺസിബിലിറ്റി കൂടി അവളെ കാര്യത്തിൽ. എൻ്റെ ക്യാരക്ടറിൽ കുറച്ച് മാറ്റം വന്നു. ഞാൻ കൂടുതലായിട്ടും അവളെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഈ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടി. ഓക്കെ, അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു യുക്കാക്കും പിന്നെ ക്യാരക്ടറിലൊക്കെ ചേഞ്ചസ് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നതിന് ശേഷം അവളെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി ആയിട്ട് ഇങ്ങനെ സംസാരിക്കും, അവളെ കുറിച്ചിട്ട്, അവളെ ഗ്രോത്തിനെ കുറിച്ചിട്ടും, ലൈക്ക് അവൾ വളരുന്നത് നമ്മൾ രണ്ടാളും ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ സംസാരിക്കും. എങ്ങനെ ആയിരുന്നു അല്ലേ, നമ്മൾ വെറുതെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. നല്ല രസമല്ലേ. രാത്രി അവളെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിക്കും. അവൾ നടക്കാൻ തുടങ്ങി, അവൾ കമിയാൻ തുടങ്ങിയതും ഇരിക്കാൻ തുടങ്ങിയതും ഓരോ സ്റ്റെപ്പും ഐ വാസ് എൻജോയിങ് ആക്ച്വലി. അപ്പം അങ്ങനെയൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ ഇപ്പം എനിക്ക് ഉറക്കിൻ്റെ സംഭവമൊക്കെ റെഡിയായി. എന്നാലും ആദ്യത്തെ പോലെ കണ്ടിന്യൂസ് ഉറക്കില്ലാണ്ടൊന്നുമില്ല. ഒരു 3 hours 4 hours എനിക്കങ്ങനെ മതി, ഉറങ്ങിയാൽ മതി, അത്രയും ഉറങ്ങാൻ മതി എന്നുള്ളതായി ആദ്യം. കാരണം പ്രഗ്നൻസി സമയത്ത് ഇതിൻ്റെ ആയതുകൊണ്ട് ആ ഒരു യൂസ്ഡ് ആയിട്ട് വന്നു. അപ്പം ഇപ്പോഴും ആ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഉറങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് ബേബീസിനെ പ്രയോറിറ്റി കൊടുത്തിട്ട്
നമ്മൾ അവരെ നോക്കണമല്ലോ. അപ്പം അവളെ ടൈമിന് നമ്മൾ ഉറങ്ങും, അവളെ ടൈമിന് നമ്മൾ എണീക്കും, അങ്ങനെയൊക്കെ ആയി അവളായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്തു. ഞാനായാലും യുക്കായാലും യുക്കാൻ്റെ ഉറക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ അവൾക്ക് വേണ്ടി നമ്മളെ ലൈഫ് കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇനിയും ഇമ്പോർട്ടൻറ്റ് അവളെ കാര്യത്തിലായിരിക്കുമല്ലോ. കാരണം നമ്മളെ കാര്യത്തിനേക്കാളും എനിക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് അവളെ കാര്യമാണ്. അപ്പോൾ അവളെ ഹാപ്പിയാക്കി അവളെപ്പുറം സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ആണ് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അവളെ കാര്യങ്ങൾ, അവൾക്ക് എന്ത് വേണം, അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മളിനി കൂടുതലായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളാണ്. യുക്കാണെങ്കിലും അവൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ടോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ അവളോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഉള്ള രീതിയിൽ മാറി. നമ്മൾ രണ്ടാളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്ന പോലത്തെ ലൈഫല്ല. നമുക്ക് നമ്മളെ ടൈമിന് എന്തായാലും ഒന്നും നടക്കില്ല. ഓക്കെ, നമ്മളെ ടൈമിന് നമുക്ക് ഇനിയിപ്പോൾ അവളെ ടൈമിന് നമ്മൾ ചേഞ്ചായി വരുന്ന ഒരു സാഹചര്യമായി മാറി നമ്മളെ ലൈഫ്. അതിനൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു ബേബീനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അല്ലേ. ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് അല്ലേ ഒരു ബേബിനെ കിട്ടുക എന്ന് പറഞ്ഞപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് മാഷാഅല്ലാ ഇങ്ങനെ നമ്മുടെ മൂന്നാളെ ആ ഒരു ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി, ഡെലിവറി സ്റ്റോറി. ഞാൻ കുറച്ച് കാര്യങ്ങൾ വിട്ടിട്ടുണ്ടാകും. കാരണം എനിക്ക് മറന്നുപോയി ആക്ച്വലി. ഞാൻ ആ സമയത്ത് പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയത്. പിന്നെ ആ ഒരു ഇത് വന്നു. അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ടാവും. അപ്പം ഇതാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു സ്റ്റോറി. ഡെലിവറി, പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ ചേഞ്ചസ് ഐ ഹാഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമുക്ക് വന്ന ചേഞ്ചസ് നമ്മൾ അവളെ പ്രൊഡക്റ്റിനോട് യൂസ്ഡ് ആയി കേട്ടോ. ഞാനായാലും യുക്കെ ആയാലും അവളെ ബേബി ലോഷൻ യൂസ് ചെയ്യാറുണ്ട്, ക്രീം യൂസ് ചെയ്യാറുണ്ട്, സോപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഞാനും അതുപോലെ തന്നെ അവളെ സോപ്പ് കാര്യങ്ങളും. അവളെ സോപ്പല്ല ആക്ച്വലി, നമ്മൾ ബേബി സോപ്പ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് അവളെ സെപ്പറേറ്റ് സെയിം സാധനം യൂസ് ചെയ്യും, നമ്മൾ ആ സെയിം സാധനം തന്നെ വേറെ വാങ്ങി യൂസ് ചെയ്യും. അങ്ങനത്തെ അവസ്ഥയായി. ഇപ്പം ഞാനൊക്കെ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വരെ ബേബി പ്രൊഡക്റ്റാണ്. ബേബി പൗഡർ, ബേബി ക്രീം, ബേബി ലോഷൻ, ഇതൊക്കെ നമ്മൾ രണ്ടാളും യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് നമ്മളെ പ്രൊഡക്ട്സിനേക്കാളും കൂടുതൽ അവളെ പ്രൊഡക്ട്സിനോട് ഇഷ്ടം തുടങ്ങി. അപ്പം പിന്നെ അത് നല്ലതാണല്ലോ, കെമിക്കൽസും ഇല്ല, ഒന്നുമില്ല, നൈസാണല്ലോ. അതൊക്കെയാണ് നമുക്ക് വന്ന ചേഞ്ചസ്. അവളെപ്പോലെ നമ്മളും ആവാൻ തുടങ്ങി, ബേബി പോലെ അങ്ങനെ. അപ്പം ഇത്രയാണ് എൻ്റെ സ്റ്റോറി. എൻ്റെ ഒരു സ്റ്റോറി, ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.